ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ജപ്പാൻ ചിക്കൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 kg ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് എടുക്കണമെന്നില്ല, വിത്ത് ബോൺ തന്നെ എടുത്താൽ മതി. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ 2 ടൈപ്പിലുണ്ടാക്കിയിട്ട് കൂടുതൽ ടേസ്റ്റ് ബോണുള്ള സാധാരണ ചിക്കനാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്തു. അതിനുശേഷം ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കുക. സെയിം അളവിൽ 1/4 കപ്പ് നമുക്ക് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുക്കുക. ഇത് സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒരുപാട് ടൈം മുമ്പേ തന്നെ ചെയ്ത് വെക്കണമെന്നില്ല. സ്പോട്ടിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എപ്പോഴാണോ ഡിഷ് റെഡിയാക്കുന്നത് അപ്പം തന്നെ ഇതുപോലെ മസാലകളില്ല, ഇതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പോട്ടിൽ പൊരിച്ചെടുക്കാം. ഒരുപാട് മുമ്പ് നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയങ്ങ് ക്രിസ്പി ആവണമെന്നില്ല. അപ്പോൾ കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പോലെ ഉള്ളി തക്കാളി ഒന്നും ആവശ്യമില്ല. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്ക് ചിക്കൻ ഇതിൽ കിടന്ന് ഒന്ന് മുങ്ങിപ്പൊരിയാൻ വേണ്ട തരത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൽ നിന്നും ഒന്ന് ചേഞ്ചാക്കി കുട്ടിക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക. കുട്ടിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് കറിയാക്കാതെ തന്നെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ്. അതായത് ഒരു ബ്രോസ്റ്റഡിൻ്റെ ഒരു ഏകദേശം ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അതുപോലെ ഒരു 80% ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ക്രിസ്പി ആക്കണമെന്നില്ല. അതായത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു ആദ്യം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി നമ്മൾ ഗ്രേവി റെഡിയാക്കുമ്പോൾ ഗ്രേവി കിടന്നങ്ങ് കുക്കായിക്കോളും. അപ്പോൾ ഒരു ഭാഗം കുക്കായതിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് 2 സൈഡും കുക്കായതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു കളറിൽ ആയാൽ നമുക്ക് കോരി മാറ്റാം. ഞാൻ 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ തവണ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ എടുക്കാം. പാനിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽട്ടായതിന് ശേഷം ഒരു 2-3 അല്ലി ഗാർലിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെക്കുക. കാരണം ബട്ടർ പെട്ടെന്ന് ഒരു കരിഞ്ഞ ഒരു ഇതിലേക്ക് കളറായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. അത് ജസ്റ്റ് ഒന്ന് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് അത്യാവശ്യം ഗ്രേവി വേണ്ടതുകൊണ്ടാണ് 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അധികം നിങ്ങൾക്ക് ഗ്രേവി വേണ്ട, നല്ല തിക്കായിട്ട്, അതായത് ചിക്കൻ പീസിൻ്റെ കൂടെ തന്നെ കഴിക്കേണ്ട ഗ്രേവി, അതായത് തിക്ക് ഗ്രേവി മതിയെങ്കിൽ 1.5 കപ്പ് പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഇത് ഒരു 1/2 കപ്പ് പാലിൽ ഞാനൊരു 12-13 കാഷ്യൂനട്ട് സോക്ക് ചെയ്തിട്ട് അരച്ചെടുത്ത പേസ്റ്റായത്. ഇത് ഈ തരത്തിലും ചേർത്ത് കൊടുക്കുക. അല്ലാതെ കാഷ്യൂനട്ട് പൊടിച്ചെടുത്തിട്ട് പൗഡറായിട്ട് നമുക്ക് ഈ പാലിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ സോക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പൗഡറാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഞാനെപ്പോഴും പേസ്റ്റായിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് ഇതുപോലെ പേസ്റ്റാക്കിയിട്ട് ആഡ് ചെയ്തിട്ടാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്.
നമ്മൾ സാധാരണ ചിക്കൻ സ്റ്റൂ ബീഫ് സ്റ്റൂവിനൊക്കെ ഇതുപോലെയല്ല ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കാഷ്യൂനട്ട് പേസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം പെട്ടെന്ന് ഇതിൻ്റെ ഗ്രേവി കുറുകിപ്പോവും. ഒരു 6-7 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ചിക്കൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി ചിക്കൻ കുക്കാവാനുണ്ടല്ലോ, അതിൻ്റെ ഫ്ലേവറെല്ലാം ഒന്ന് ഈ ഗ്രേവിയിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. അപ്പോൾ നമ്മുടെ ജപ്പാൻ ചിക്കൻ കറി ഏകദേശം ഒന്ന് ടൈറ്റായി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നോർമലി കറികളിൽ ആഡ് ചെയ്യാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഷുഗറാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു തിക്കിലാണ് ഗ്രേവി വേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒന്നുകൂടി വറ്റി വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കാം. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ മേലെ ഇതുപോലെ ബട്ടർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബട്ടറിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ ജപ്പാൻ ചിക്കൻ കറി, നയൻതാര സ്പെഷ്യൽ ജപ്പാൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. എന്തായാലും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. മസാല പൗഡറൊന്നും ചേർക്കാത്തതുകൊണ്ട് എരിവും കുറവാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.